ഏറ്റവും വലിയൊരു പ്രൊജക്ട് ഇപ്പൊ ഇതുവരെ ചെയ്തൊന്നുമല്ല, കുറച്ചുകൂടെ വലിയൊരു പ്രൊജക്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതായത് ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ് ഹോസ്പിറ്റൽ വേസ്റ്റുകൾ. ഹോസ്പിറ്റൽ വേസ്റ്റുകൾ അത് നല്ല രീതിയിൽ സംസ്കരിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ രണ്ട് സ്ഥലത്ത് മാത്രമാണ് ഈ ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ളത്. ഒന്ന് ഇവിടെ കൊച്ചി കാക്കനാടും പാലക്കാട് കഞ്ചിക്കോടും. അത് 1500 ഡിഗ്രി സെൽഷ്യസിൽ ഈ ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഇൻസിനേറ്ററിൽ കത്തിച്ച് കളയാന്നുള്ളതാണ് ആകെയുള്ളൊരു സൊല്യൂഷൻ. അത് വളരെ നല്ല രീതിയിൽ നടക്കുന്നതെന്ന് ആരും ചിന്തിക്കേണ്ട. കഴിഞ്ഞ ദിവസം പല മീഡിയകളും അതിനെക്കുറിച്ച് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10% പോലും അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്നില്ല. ബാക്കിയെല്ലാം വേറെ പല രീതിയിലുള്ള ഡിസ്പോസലും പ്രകൃതിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു ശാശ്വത പരിഹാരമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള CSIR, തിരുവനന്തപുരത്തുള്ള CSIR എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ആയിട്ടുള്ള CSIR എന്ന് പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഇന്നോവേഷൻ ആണ്, ഒരു കണ്ടുപിടുത്തമാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ മണ്ണാക്കി മാറ്റുന്ന ഒരു ടെക്നോളജി ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 34 പേറ്റന്റുകളുള്ള ഈ ഇന്നോവേഷൻ ഇന്ന് നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. സന്തോഷം. അപ്പൊ ഈ 34 പേറ്റന്റുകൾ നമ്മളുടെ കയ്യിലിരിക്കുന്നത് അതെവിടെ? എറണാകുളം ജില്ല ചെയ്യാനല്ല, ഇന്ത്യയിൽ ചെയ്യാനല്ല, ലോകം മുഴുവൻ ഗ്ലോബൽ എക്സ്ക്ലൂസീവ് ഗ്ലോബൽ പേറ്റന്റ് നമ്മുടെ കയ്യിലുള്ള 200ഓളം രാജ്യങ്ങളിൽ ഈ ഒരു ബിസിനസ് ചെയ്യാനുള്ള അധികാരം നമ്മുടെ കയ്യിൽ മാത്രമാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം 2 വർഷത്തിനുള്ളിൽ 50,000 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭീമൻ പ്രോജക്റ്റ് ആണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്ട്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിന്റെ വരാൻ പോകുന്ന 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ ലോഞ്ച് ഉണ്ടാവും. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പലതുണ്ട്. അപ്പൊ അങ്ങനെ 12ഓളം പ്രൊജക്ടുകൾ നിലവിലുള്ള ജസ്പേഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ 5000-ലധികം മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് നിങ്ങളെ ഇന്ന് ക്ഷണിച്ച വ്യക്തി ഇന്നിവിടെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ 5000ഓളം മെമ്പേഴ്സ് ഉള്ള കമ്പനി അടുത്ത വർഷം ഈ സമയമാകുമ്പോ എനിക്കൊരു ആഗ്രഹം പറയാൻ പോകണ്ട. അടുത്ത വർഷം ഈ സമയമാകുമ്പോ 50,000-ലധികം മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ജസ്പേഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ഈ ഒരു സാഗരത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് നിങ്ങളെ ക്ഷണിച്ച വ്യക്തി ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഒരിക്കൽ കൂടെ ഇത്രയും സമയം, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞതിന് 10 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി കുറച്ച്